കുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ DNA പരിശോധന നടത്താൻ പോലും കഴിയാത്ത രീതിയിൽ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയെന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ. ഉള്ളുലഞ്ഞു പോകുന്ന ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്നും ഡോക്ടർ ഹിതേഷ് ശങ്കർ 24നോട് പറഞ്ഞു. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടതിന്റെ നടുക്കം വിവരിക്കുകയാണ് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ. വിവിധ ശരീരഭാഗങ്ങൾ ചിതറിക്കെടുക്കായിരുന്നു. ഈ ബ്ലാസ്റ്റിന്റെ ഇഫക്റ്റ് കാരണവും അതുപോലെ തന്നെ ബേൺസിന്റെ ഇഫക്റ്റും കാരണവും ചാറിങ് ആയിട്ട് ബോഡിയൊക്കെ കരിഞ്ഞ് അവശിഷ്ടങ്ങളായി മാറിയിരിക്കുന്നു. നമ്മളെയും കരളലിയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവരുടെ സങ്കടം കാണുമ്പോഴും. പക്ഷെ നമുക്ക് സങ്കടത്തിനേക്കാളും കൂടുതൽ നമ്മൾ ഉത്തരവാദിത്തമാണ്. വികാരത്തിന് അടിമപ്പെട്ടാൽ നമ്മളെ വർക്ക് നടക്കില്ല. അപകടത്തിൽ 10 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ഇതിൽ 9 പേരുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത്. 60ഓളം ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതിൽ 28 ശരീരഭാഗങ്ങളാണ് DNA പരിശോധനയ്ക്ക് അയച്ചത്. 30ലേറെ ശരീരഭാഗങ്ങൾ DNA പരിശോധന ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. ദുരന്ത സ്ഥലത്തുണ്ടായിരുന്നു എന്ന് കരുതുന്ന 4 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കാണാതായ മനക്കുടി സ്വദേശി വിഷ്ണുവിന്റെ DNA സാമ്പിളുകൾ നൽകി കാത്തിരിക്കുകയാണ് കുടുംബം. DNA ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ DNA പറ്റില്ല എന്ന് പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മേരെ ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. അപകടത്തിൽ കാണാതായ തൃശൂർ കോട്ടപ്പുറം സ്വദേശി ഗിരീഷിന്റെ മാതാവിന്റെ മരണം കുടുംബത്തിന് വലിയ നോവായി. അസുഖബാധിതയെ ചികിത്സയിലായിരുന്ന ഗൗരിയാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ് 4 പേരാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലുള്ളത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ ലൈസൻസി സതീഷ് വെന്റിലേറ്ററിലാണ്. പരിക്കേറ്റ 6 പേർ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വാർഡിലേക്ക് മാറ്റി. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.